Hallelujah. Stotram, stotram. We'll just pray. Hallelujah. കർത്താവെ തന്ന സമയത്തിനായി സ്തോത്രം. കർത്താവെ നിന്റെ വചനത്തിന് മുമ്പ് വരുന്നു. വചനം തുറന്നു തരണമേ കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങൾ വചനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിപ്പാൻ കർത്താവ് പഠിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചു. കർത്താവെ ബുദ്ധിയിലല്ല, നിന്റെ ആത്മാവചനം തുറന്നു തരണമേ. എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു യേശു നാമത്തിൽ തന്നെ. ആമേൻ. സോ നമ്മൾ രാവിലെ സെഷനിൽ നോക്കിയത് പുറപ്പാട് പുസ്തകം 19 അധ്യായം, എക്സോഡസ് 19 5 വാക്യം. പുറപ്പാട്. Now therefore, if ye will obey my voice indeed, and keep my covenant, then ye shall be a peculiar treasure unto me above all people, for all the earth is mine. മലയാളത്തിൽ. നിങ്ങൾ എന്റെ വാക്കുകൾ അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമി എനിക്കുള്ളതല്ലോ. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ദൈവം ഇസ്രായേൽ മക്കളോട് സംസാരിക്കുന്നത് സീനായി കൊണ്ടുവന്നിട്ട് നീ അവരുടെ മനസാക്ഷി യുഗം ഇറ്റ്സ് ഓവർ. അവരിപ്പം പ്രവേശിക്കുന്ന ഏത് യുഗത്തിലാണ്? പ്രമാണത്തിൻ്റെ യുഗത്തിൽ. സോ നാവ് പ്രമാണത്തിൻ്റെ യുഗത്തിൽ പ്രവേശിക്കുമ്പോൾ ലുക്ക് അറ്റ് ദ കണ്ടീഷൻ. നടന്നാൽ ഇറ്റ്സ് കണ്ടീഷണൽ. ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഐ ജസ്റ്റ് കെപ്റ്റ് ക്വയറ്റ് ആൻഡ് ബ്രോട്ട് യു ടു ദിസ് പോയിന്റ്. ഈ സമയം വരെ നിങ്ങളെ കൊണ്ടുവന്നു. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ദൈവം അവരെ എവിടെ കൊണ്ടുവന്നു? സീനായി കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം നിങ്ങളെ കാണിച്ചായിരുന്നു ഇസ്രായേൽ മക്കളെ ദൈവം കൊണ്ടുപോയ വഴി. ഹൗ ദ ലോർഡ് ടുക്ക് ദെം ടു എ ലോങ് പാത്ത്. നമ്മൾ പഠിച്ചല്ലോ 13 അധ്യായം 13-17. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തോടെയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടലിൽ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അത്ര മതി. ജസ്റ്റ് ഒരു മിനിറ്റ്. Gets stuck. ഇതുവരെ നമ്മൾ നോക്കിയ ട്രഡീഷണൽ റൂട്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാനി തിരിച്ചു പോയതിൻ്റെ ട്രഡീഷണൽ റൂട്ട് ലോകം കാണിക്കുന്ന ഇതാ. ബൈബിളിൻ്റെ പുറയിൽ കൊടുത്തേക്കുന്ന ഇതാ. 10 കമാൻഡ്മെന്റ്സ് ഫിലിമും ഉണ്ടാക്കിയത് വാസ് ബേസ്ഡ് ഓൺ ദിസ്. പക്ഷെ ഇപ്പോഴാണ് പിടികിട്ടിയത് ദിസ് വാസ് നോട്ട് അറ്റ് ഓൾ ദ റൂട്ട് ദേ ടോക്ക്. കാരണം ഇതിന് ഒറ്റ എവിഡൻസ് പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല. 3 million people walking through the desert and you don't have a single evidence. How do you accept it to be a fact? അതെന്തുമായിരിക്കും? ഇറ്റ് വാസ് എ മിത്ത്. അങ്ങനെ ആൾക്കാർ പറയുന്നത്. ബട്ട് ഫൈനലി അവർക്ക് മനസ്സിലായി ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ ദ റൂട്ട്. അവർ അതിന് ഈ റൂട്ടിൽ തന്നെ ഇവർക്ക് ഒരു സീനായി മലയുണ്ട്, ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്. സെയിൻറ്റ് കാത്രീൻസ് മോണസ്ട്രി അവിടെ ഉണ്ട്. ആൻഡ് പീപ്പിൾ ഗോ അപ്പ്. അവിടെ ചെന്നാലും ഒരു മുൾപ്പടർപ്പുണ്ട്. ആൻഡ് ദേ വർ തിങ്കിങ് ഇത് കോൺസ്റ്റന്റീനിൻ്റെ അമ്മ വന്നിട്ട് ആ ഇസ്രായേലിൽ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്തത്. സോ അത് കാണാൻ വേണ്ടി ആൾക്കാർ ഇസ്രായേലിൽ പോകുന്നത്. മാർക്ക് ചെയ്തത് ആരാ? കോൺസ്റ്റന്റീൻ്റെ അമ്മ സെയിൻറ്റ് ഹെലിന, പുള്ളിക്കാരത്തി വന്ന ഇത് ചെയ്തത്. ബട്ട് നൗ ദേ ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് നോട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്ന് ആൾക്കാർ സീക്രട്ട്ലി ദേ ഹാവ് ഗോൺ. ദർ ഇസ് എ ലേഡി ഓൾസോ, സ്വീഡിഷ് ലേഡി. പുള്ളിക്കാരത്തി അകത്ത് ചെന്ന് ദ റിയൽ മൗണ്ട് സൈനായ് ഇസ് നോട്ട് ഇൻ സിനായ് പെനൻസുല, അത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ പോയപ്പോൾ ഇപ്പോഴാണ് എവിഡൻസ് കിട്ടിയ ഇസ്രായേൽ മക്കൾ പോയ വഴി
കനാൻ പോകുന്ന ഇവിടെ നിന്ന് മേളിലോട്ട്. പക്ഷെ ഈ വഴി ദൈവം കൊണ്ടുപോകാതെ എങ്ങോട്ട് കൊണ്ടുപോയി? ലോങ് റൂട്ട്. മോശ മരുഭൂമി അമ്മായപ്പൻ്റെ ആടിനെ മേയിച്ചത് ഇവിടെ മിദ്യാൻ. പൗലോസും ആ മിദ്യാനെ കുറിച്ച് പറയുന്നുണ്ട്. മിദ്യാൻ എവിടാ? സൗദിയിൽ. ഫൈനലി വന്നപ്പോഴറിഞ്ഞ് ഇവിടെ നിന്നാ ഇസ്രായേൽ മക്കൾ എന്തോ ചെയ്തേ? ചെങ്കടൽ ക്രോസ് ചെയ്ത്. അതിൻ്റെ എവിഡൻസും ദിസ് ഈസ് ദ സാറ്റലൈറ്റ് പിക്ചർ. ഇവരുടെ ഇതൊരു വലിയ സ്റ്റഡിയായി. ഇത് അവരെ കൊണ്ടുവന്ന് ഇവിടെ കുടുക്കിയിട്ടത്. ആ സ്ഥലവുമുണ്ട്. ദെൻ ഈ മലകളുടെ ഇടയ്ക്കൂന്നാ കൊണ്ടുപോയി. ദിസ് ഇസ് എ ഡ്രൈ റിവർ ബെഡ്. ഈ വഴി കൊണ്ടുപോയി. ആൻഡ് ക്യാൻ യു സീ ദിസ് പ്ലേസ്? ദിസ് ഇസ് സാറ്റലൈറ്റ് പിക്ചർ. ഇവിടെ കൊണ്ടുവന്ന 3 മില്യൺ ആൾക്കാരെ ദൈവം കുടുങ്ങിയത്. ഇവിടെ കുടുക്കിയപ്പോഴാണ് പുറേന്ന് ആരെ കൊണ്ടുവന്നത്? ഫറോന്റെ സൈന്യത്തെ പുറേന്ന് കൊണ്ടുവന്നപ്പോൾ ഇവർ ഇവിടെ മോശെ കല്ലെറിയാൻ വേണ്ടി ഗ്യാദർ ആയത്. ആൻഡ് ദിസ് ഇസ് ദ റിവർ ബെഡ്. ഇവിടെ നിന്നാണ് ഇവരെ കൊണ്ടുവന്നത്. ആൻഡ് ദെൻ യു സീ ദിസ് ഇസ് ദ പ്ലേസ്. ക്രോസിംഗ് നടന്ന ഇവിടെ. ഇറ്റ്സ് 11 മൈൽസ്. 11 മൈൽ സമുദ്ര. ആൻഡ് ദെൻ ക്യാൻ യു സീ ദർ ഇസ് എ ബ്രിഡ്ജ് ദറ്റ് ഗോഡ് ഹാഡ് ഓൾറെഡി മെയ്ഡ് ഫോർ ദം അണ്ടർ. ഇവിടെ നിന്ന് താഴേന്ന് അവർ നടന്ന് ദേ ക്രോസ്ഡ്. ദിസ് ഇസ് 11 മൈൽസ്. ആൻഡ് സോളമൻ്റെ മാർക്കിംഗ് കൊണ്ട് ഇന്ന് അതിൻ്റെ കോറൽ ഫോർമേഷൻസ് താഴെയുണ്ട്. വീലും കാര്യങ്ങളെല്ലാം ഇന്നും, ചാരിയറ്റ് വീൽസ് ഇന്നും ഉണ്ട്. ഇത് യൂട്യൂബിൽ പോയാൽ ഓൾ ദീസ് തിങ്സ് ആർ ദേർ. സോ ദ കീ തിങ് ഈസ് ഗോഡ് ഈസ് ടേക്കിംഗ്. ദൈവം ഇവരെ എവിടെ കൊണ്ടുപോയി? സീനായി കൊണ്ടുവന്ന കാര്യം എന്തുവാ? നിങ്ങൾ ഇതുവരെ എൻ്റെ ശക്തിയെ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ആര്? യു ഹാവ് ടു നോ മൈ ക്യാരക്ടർ, റൈറ്റ്? സോ ഇനിയിപ്പം ഇത് മനസാക്ഷി യുഗം കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്ന ഏത് യുഗത്തിലാണ്? പ്രമാണത്തിൻ്റെ യുഗം. അവിടെ എൻ്റർ ചെയ്തപ്പോൾ ഇസ്രായേൽ മക്കൾ ഇനി ദൈവത്തോട് പറയുന്നത് എന്തുവാ? 19 തന്നെ എടുത്ത് 19:8. ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ദൈവത്തോട് പറയുന്ന എന്തുവാ? നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ചെയ്തോളാം. ഏതൻ തോട്ടത്തിൽ ഈ മനുഷ്യനെ ഇറങ്ങുമ്പോൾ എന്തുവാ പറഞ്ഞേ? നീ തന്ന ഭാര്യ. എൻ്റെ ഒരു തെറ്റും ഇല്ല. നൗ യു ഹാവ് ടു ലുക്ക് അറ്റ് ദിസ് സെയിം മാൻ. പാപമകത്തുണ്ട്. മനസാക്ഷി തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തോ പറഞ്ഞു? നീ തന്ന ഭാര്യ. മനസാക്ഷി യുഗത്തിൻ്റെ എൻഡ് വന്നപ്പം ഇനിയിപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് എന്തുവാ? നീ പറയുന്നതൊക്കെ എല്ലാം ഞങ്ങൾ ചെയ്തോളാം. ഓക്കെ, ശരി, ചെയ്യാമല്ലോ, കൈപിടിച്ച് നടക്കാമല്ലോ. 25-ാമത്തെ അധ്യായം എടുത്ത് 24-ാമത്തെ അധ്യായം അതിൻ്റെ 3 തൊട്ട് 8 വരെ വായിച്ച്. എക്സോഡസ് 24:3-8. അപ്പോൾ മോശ വന്ന് യഹോവയുടെ വചനവും ന്യായങ്ങളെല്ലാം ജനത്തെ അറിയിച്ചു. വചനവും ന്യായങ്ങളെല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. യഹോവ കൽപ്പിക്കുന്ന സകല കാര്യങ്ങൾ ഞങ്ങൾ എന്തോ ചെയ്തോളാം? അങ്ങനെയല്ലോ. ഓൾ ദ വേർഡ്സ് വിച്ച് ദ ലോർഡ് സെഡ് വിൽ വി ഡു. ക്യാൻ വി സീ ഹൗ ബോൾഡ് ദിസ് മാൻ ഈസ്? നീ പറയുന്നത് എല്ലാം ഞങ്ങൾ ചെയ്തോളാം. നെക്സ്റ്റ്. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അധികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിന്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം 12 തൂണും പണിതു. പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. മോശ രക്തത്തിൽ പകുതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു. രക്തത്തിൽ പകുതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്തു. ജനം കേൾക്ക വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ഇവിടെ ക്യാൻ യു സീ പ്രമാണം കൊടുക്കുന്നത് എങ്ങനെ? നിയമങ്ങളെല്ലാം എഴുതി. ആൻഡ് വാട്ട് ഈസ് ബീങ് ഡൺ? തൂണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രക്തം ആരുടെ പുറത്ത് എരിയുന്നേ? വായ്. ലംഘിച്ചാൽ കൊല്ലും. You understand the seriousness? You break it, you are dead. No sorry. That's God's law. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും. നീ പറഞ്ഞത് എന്തുവാ? പറയുന്നതൊക്കെ എല്ലാം ചെയ്തോളാം. 631 നിയമങ്ങളാണ് എഴുതി കൊടുത്തത്. 631. അതിൻ്റെ സമ്മറിയ 10 കൽപ്പന.
ഇറ്റ്സ് ദ സമ്മറി ഓഫ് ദ ഹോൾ തിങ്. ഏതിൽ എഴുതി കൊടുത്തു? 10 കൽപ്പന എഴുതി കൊടുത്ത ഏതിലാ? കല്ലേൽ. ആരാ എഴുതിയത്? മനുഷ്യനല്ല എഴുതിയത്. വേദോസ്തം ആരെ കൊണ്ട് എഴുതിപ്പിച്ചു? മനുഷ്യനെ കൊണ്ട് എഴുതിപ്പിച്ചു. പക്ഷെ കൽപ്പന കൊടുത്തതാ, എഴുതിപ്പിച്ചത് ആരാ? ദൈവം തന്നെ എഴുതി. അത് മഷി കൊണ്ടല്ല എഴുതിയത്, കുത്തിയതാ. വാട്ട് ഡസ് ദാറ്റ് മീൻ? മായച്ച് കളയാനൊക്കത്തില്ല. ഇറ്റ്സ് മീ റൈറ്റിംഗ്, നോ ചേഞ്ചസ്, ദാറ്റ്സ് മീ. നിനക്ക് സ്വയമേ ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലാകാനൊക്കത്തില്ല. ഞാൻ അങ്ങോട്ട് തന്നെ ദിസ് ഇസ് മീ. നീ പറഞ്ഞത് എന്തുവാ? നീ പറയുന്നതൊക്കെ എല്ലാം ചെയ്തോളാം. സോ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഈ പ്രമാണം കൊടുക്കുന്നതിൻ്റെ കാരണങ്ങളുണ്ട്. നമ്പർ 1, ഇസ്രായേൽ മക്കളെ സിനായി കൊണ്ടുവന്നത് എന്തിനാ? ഇവർ ആരെ അറിയണം? ദൈവത്തെ. ഈ പ്രമാണം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കുക. ദിസ് ഇസ് മീ. നമ്മൾ ഈ ത്രാസിൽ തൂക്കുമ്പോൾ ഇതുണ്ടല്ലോ, വെയിറ്റ്, ഇത് നമുക്ക് സ്വയമേ ഉണ്ടാക്കാനൊക്കത്തില്ല. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെൻറ്റ് പാരീസിൽ ലബോറട്ടറി വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് കിലോ, പൗണ്ട്. എല്ലാത്തിനും അമേരിക്കയ്ക്ക് തോന്നുന്നത് പോലെ അല്ല പൗണ്ട്. ലോകത്തിലെ എല്ലായിടത്തും പൗണ്ടും കിലോ ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്. അതെവിടെ വെച്ചേക്കുന്നേ? ഇറ്റ്സ് ഇൻ പാരീസ്, in the laboratory there. That's the standard. So ദൈവം പ്രമാണം കൊടുക്കുന്നത് മനസ്സിലാക്കണം. ഇതാ ഞാൻ. ദൈവം ത്രാസല്ല. ആരാ ദൈവം? ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ്. ഇതാ ഞാൻ ഇതിൽ വെച്ച് നിന്നെ എല്ലാത്തിനെയും അളക്കും. പ്രമാണം കൊടുക്കുന്നത് എന്തിനാ? നീ പറഞ്ഞത് എന്തുവാ? അനുസരിക്കാം. ഫൈൻ, ഞാൻ പറയുന്നതെല്ലാം ചെയ്തോളാം. ഇത് ഞാനാ. ദിസ് ഇസ് മീ. നീ എന്നെ കണ്ടിട്ടില്ലല്ലോ, ഇതാ ഞാൻ. സോ ആക്കിക്കോ. നീ പറഞ്ഞില്ലയോ ഞാൻ പറയുന്നതെല്ലാം ചെയ്യാം, ഇനിയും ചെയ്തു. ചെയ്തില്ലെങ്കിൽ കൊല്ലും. ഒരു കൺസെഷനും ഇല്ല. അതാ ദൈവം. ഇന്നും ആ സെയിം ദൈവമാണ്. പ്രമാണം കൊടുക്കുന്ന നമ്പർ 1, why? So that you know who I am. നീ എൻ്റെ പോലെ ആകാനില്ല. തോട്ടത്തിൽ ഫലം കഴിക്കാൻ പോയത് എൻ്റെ പോലെ ആകാനില്ല. അയക്കോ, നോ പ്രോബ്ലം. എനിക്ക് ഒരു ജലസിയില്ല. ട്രൈ ടു ബിക്കം ലൈക്ക് മീ. സോ ഇത് മനുഷ്യന് കൊടുത്തു. നമ്പർ 1 പ്രമാണം കൊടുത്ത എന്തിനാ? ഇവർ ആരെ മനസ്സിലാക്കണം? ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. കാരണം ഡീലിംഗ് വിത്ത് ഗോഡ്, ദ പ്രോബ്ലം ഈസ് ഹി ഡസൻറ്റ് ചേഞ്ച്. ഇപ്പം പപ്പായ്ക്ക് ദേഷ്യം കയറിയാൽ, അല്ലെ മക്കൾക്കല്ല ആർക്കെങ്കിലും ദേഷ്യം കയറിയാൽ, ഒരു കാപ്പി വാങ്ങി കുടിച്ചാൽ, അല്ലെ കുറച്ച് മുട്ടായി വാങ്ങിച്ചു കൊടുത്താൽ ദേഷ്യം മാറുമോ? യു മാഡ്, റൈറ്റ്? യു ക്യാൻ ബി പ്ലീസ്ഡ്. ഞാൻ ഇപ്പം സണ്ണി ബ്രദർ എത്ര ദേഷ്യമാണെങ്കിലും ഞാൻ ഒരു റോളക്സിൻ്റെ വാച്ച് വാങ്ങിച്ചു തന്നാലോ ദേഷ്യം മറക്കുമോ? യുൽ ഫർഗെറ്റ്. മേ ബി നെക്സ്റ്റ് ടൈം യു വോണ്ട് റിമെമ്പർ ഇറ്റ്. കാരണം നമ്മൾ മനുഷ്യരാ. ആരെന്തോ കാണിച്ചാലും എനിക്ക് എൻ്റെ സ്വഭാവത്തെ മാറ്റാം. അതാ മനുഷ്യൻ. അതാ മനുഷ്യനും ഇന്ന് ചിന്തിച്ചേക്കുന്നത്. ദൈവത്തെ മനുഷ്യൻ മാറുന്ന പോലെ എനിക്ക് ആരെയും മാറ്റാം? ദൈവത്തെ മാറ്റാം. ഒന്ന് കരഞ്ഞ് കാണിച്ചാൽ മതി, അല്ലെ സ്തോത്രാഴ്ച പെട്ടിയിൽ കുറച്ച് പൈസ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആരാധിച്ച് കാണിച്ചാൽ മതി. ഞായറാഴ്ച ആരാധനയ്ക്ക് ഒരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങ് വന്നാൽ മതി. സോ ഗോഡ് വിൽ forgive me. I cannot. We are serving a God who does not change. This is God. 20th century, 14th century, 1st century. This is God. I will have to change, but God will never change. That's the problem. So ഈ ദൈവത്തെ വ്യവസ്ഥ കൊടുത്ത പ്രമാണം കൊടുത്ത എന്തിനാ? First of all, you have to know who God is. Number, his character. ഈ പ്രമാണം കാണിക്കുന്നത് എന്തുവാ? ദൈവത്തിൻ്റെ ക്യാരക്ടറാ. യു നീഡ് ടു നോ ഗോഡ്സ് ക്യാരക്ടർ. നമ്മൾ മനുഷ്യർ തമ്മിൽ എന്തോ വാട്ട് ഹാപ്പൻസ് ഈസ്
നമ്മൾ ആ മനുഷ്യൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് എ ലോങ് ടൈം. 2 ദിവസം കൊണ്ട് നടക്കത്തില്ല. എനിക്കിപ്പോൾ സണ്ണി ബ്രദറുടെ ക്യാരക്ടർ മനസ്സിലാക്കണേ ഒരു പ്രാവശ്യം വന്ന് 4 ദിവസം ഇവിടെ നിന്നിട്ട് കാര്യം നടക്കത്തില്ല. It's 5 to 10. If God be willing, maybe it will take 5 to 10 or 20 years. ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ കൂടെ എന്തോ ചെയ്യണം? നടക്കണം ആൻഡ് ഒബ്സർവ്. അല്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നത്? മേ ബി ഇന്നലെ ഞാൻ ഒന്നിച്ച് ചിരിച്ചു സംസാരിച്ചു, ബട്ട് ടുഡേ ഐ ആം സൈലന്റ്. യു മേ തിങ്ക് ദാറ്റ് സിൻസ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ, വാട്ട് ഹാപ്പൻസ്? യു വിൽ ഗെറ്റ് അപ്സെറ്റ്. ബിക്കോസ് നമ്മൾ വെളിയിലത്തെ സ്വഭാവം നോക്കുന്നത്. സോ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ എന്തോ മനസ്സിലാക്കണം? ക്യാരക്ടർ. ബിക്കോസ് ചിലപ്പോഴൊക്കെ ദൈവം സംസാരിക്കത്തില്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തോ തരത്തില്ല, മറുപടി തരത്തില്ല. മേ ബി ഹീൽ ജസ്റ്റ് ബി ക്വയറ്റ് വിത്ത് യു ആൻഡ് മെനി എ ടൈംസ് യു വിൽ സെൻസ് ആസ് ദോ ഹീ ഈസ് നോട്ട് ദെയർ വിത്ത് യു. സോ ഇഫ് യു ഹാവ് ടു ബി സ്റ്റേബിൾ, നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ യു ഷുഡ് ബി അഷ്യൂർഡ് ഓഫ് ഹിസ് ക്യാരക്ടർ. ദൈവ പ്രമാണം തരുന്ന എന്തിനാ? നീ എൻ്റെ എന്തോ മനസ്സിലാക്കാനാ? എൻ്റെ അതുകൊണ്ട് ആ 66 പുസ്തകം പഠിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാകൂ. പുതിയ നിയമം വായിച്ചാൽ കാര്യം നടക്കത്തില്ല. ഇന്ന് ചിലർക്ക് പുതിയ നിയമം മാത്രം മതി. ഈ 39 കീരി കളയാലോ. 66 പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാകത്തുള്ളൂ? ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാകത്തുള്ളൂ. സോ നെക്സ്റ്റ് ഹിസ് എക്സ്പെക്ടേഷൻസ്. ആദ്യമേ എന്തുവാ പ്രമാണം തന്നത്? എന്തിനാ? ദൈവത്തിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ. ക്യാരക്ടർ പറയുമ്പോൾ മലയാളത്തിൽ വ്യക്തിത്വം. നെക്സ്റ്റ് ഇസ് ദൈവത്തിൻ്റെ എക്സ്പെക്ടേഷൻ. എന്തുവാ എക്സ്പെക്ടേഷൻ? പറഞ്ഞ് ഞാൻ നിന്നിൽ ഇതാ പ്രതീക്ഷിക്കുന്നത്, നീ അതനുസരിച്ച് നടന്നോണം. അത് നടന്നില്ലെങ്കിൽ അതിൻ്റെ തന്നെ വിവരം നീ അറിയും. മൂന്നാമത്തേത്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി പണിഷ്മെന്റ്. ഇതുവരെ ഞാൻ നിന്നെ ശിക്ഷിച്ചില്ല, കാരണം എന്തോ കൊടുത്തിട്ടില്ലായിരുന്നു? പ്രമാണം കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഇപ്പം പ്രമാണം ഉള്ളതുകൊണ്ട് ഇത് ലംഘിച്ചാൽ എന്തുകൊണ്ട്? ശിക്ഷയുമുണ്ട്. നാലാമത്തത് എന്തുവാ? ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ്. 4 കാര്യങ്ങളാണ് പ്രമാണം തരുന്നത്. നമ്പർ 1 ഹിസ് ക്യാരക്ടർ, ദൈവത്തിൻ്റെ വ്യക്തിത്വം. നമ്പർ 2 ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ, നമ്മുടെ നിന്നുള്ള പ്രതീക്ഷ. നമ്പർ 3 ഇനി ബേസിസ് ഓഫ് പണിഷ്മെൻറ്റ്. നമ്പർ 4 ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ്. അതിന് നമ്മൾ പറഞ്ഞാൽ ഇതുവരെ റോഡിൽ ലൈനൊന്നും മാർക്ക് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് വണ്ടി എങ്ങനെ വേണമെങ്കിലും ഓടിക്കായിരുന്നു. പോലീസ് ഒരു ശല്യം ചെയ്യത്തില്ല. ഇനിയും പക്ഷേ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിൽ മാർക്കിങ്സ് ഉണ്ട്, ബോർഡും വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആരെയും നിർത്തി? പോലീസിനെ നിർത്തി. നീ ലൈൻ തെറ്റിച്ചാൽ പണിഷ്മെന്റ് ഉണ്ട്. അല്ല, പണിഷ്മെന്റ് എന്തിനാ തരുന്നതെന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഇതുവരെ ലൈൻ ഇല്ലാതെ നീ വണ്ടി ഓടിച്ച്, ഇനി ലൈൻ അനുസരിച്ച്. സോ ഇവർ സന്തോഷത്തോടെ എന്തോ പറഞ്ഞേ? നീ പറയുന്നതൊക്കെ എല്ലാം ചെയ്തോളാം. സംഭവിച്ചത് എന്തുവാ? സമാഗമന കൂടാരത്തിൽ യാഗപീഠത്തിൻ്റെ പുറത്ത് മുഴുവൻ എന്തുവാ? രക്തം കുതിർത്ത് വെച്ചേക്കുക. വായ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഈ പ്രമാണത്തിൽ ജീവിതത്തിൻ്റെ എല്ലാം, ദർ ഇസ് സെറമോണിയൽ ലോ, ദർ ഇസ് റിച്വൽ, ദർ ഇസ് സിവിൽ ലോ, മോറൽ ലോ. ഇതെല്ലാം ദൈവം എന്ത് ആർക്ക് കൊടുത്തു? ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും എന്തുകൊണ്ട്? പ്രമാണം കൊടുത്തു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ തിരിച്ച് സീനായി എത്തിയപ്പോൾ ഒരു കുത്തഴിഞ്ഞ രീതിയാണ്. പക്ഷെ സീനായിൽ വന്നപ്പോൾ അവർക്ക് എന്തോ കിട്ടി? ഒരാലയം കിട്ടി. ദൈവത്തിൻ്റെ കൊതി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തോട്ടത്തിൽ ദൈവം വെളിയിൽ ഇറക്കി വിട്ടു. ആ ദൈവം തന്നെ സീനായി മലയിൽ എന്തോ ചെയ്യുക? ഹീസ് ഡിസെൻഡിങ് ഓൺ മൗണ്ട് സൈനായി. നീ എന്തിനാ സീനായിൽ ഇറങ്ങി വരുന്നത്? ആ സീനായി ഇറങ്ങി വന്നാൽ അത് മതിയല്ലോ. എന്നിട്ട് നീ എന്തിനാ പറയുന്നത് എനിക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കണം? ഒരാലയം. നീ അവിടെ നിന്നോ, മനസ്സിലായോ? പക്ഷേ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഏതൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന ആ ദൈവം തന്നെ സീനായി വന്നപ്പം മനുഷ്യൻ എന്തോ ചെയ്തു? 3 ദിവസം എടുത്തു ശുദ്ധീകരിക്കാൻ. 3 ദിവസം ശുദ്ധീകരണത്തിന് എടുത്തിട്ടും ഇവരെന്തോ ചെയ്തു? സീനായി കുലുങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവരെന്തുവാ? ജീവൻ എടുത്തുകൊണ്ട് ഓടി.
ഈ ദൈവം തന്നെ ആ അബ്രഹാമിന്റെ അടുത്ത് വന്നിരുന്ന് ആഹാരം കഴിച്ചത് സത്യാണോ? അന്നേരം ഭൂമി കുലുങ്ങിയില്ലല്ലോ. പക്ഷെ ഇപ്പം ദൈവം ഇറങ്ങുമ്പോൾ ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ്. ദിസ് ഇസ് മീ. നിനക്ക് എൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കത്തില്ല. ആലയം ഉണ്ടാക്കിയപ്പോൾ ആലയത്തിൽ തിരശീലകളുണ്ടല്ലോ. ആ മൂന്നാമത്തെ തിരശീലയുടെ വെളിയിൽ ആരാ നിൽക്കുന്നത്? ഇസ്രായേൽ മക്കൾ. ഗോഡ് ഈസ് ഇൻ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. മുഴുവൻ തേജസ്സോട് വന്നിട്ടില്ല. ഇവരുടെ ഇടയ്ക്ക് വന്ന് ഇവർ ഇസ്രായേൽ മക്കൾ, ദേ ആർ റിബല്യസ്, ബട്ട് സ്റ്റിൽ ക്യാൻ യു സീ ഗോഡ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ ദെയർ മിഡ്സ്റ്റ്. ദൈവം എന്തിനാ ഇവരുടെ ഇടയ്ക്ക് വസിക്കുന്നത്? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ദൈവം മനുഷ്യൻ്റെ കൂടെ വസിക്കാൻ എത്ര കൊതിക്കുന്നുണ്ട്. കാരണം വലിയ പദ്ധതി വെച്ച് ആരെ ഉണ്ടാക്കിയതാ? മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹി ഡിസയേഴ്സ് ടു ബി വിത്ത് മീ. പക്ഷെ വിശുദ്ധനായതുകൊണ്ട് നമ്മുടെ അകത്ത് ആറ് വന്നു? മനുഷ്യന്റെ അകത്ത് ആറ് വന്നു? പാപം പ്രവേശിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ദൈവത്തിന്റെ അടുത്ത് വരാൻ ഇവനെ കൊണ്ട് കഴിയത്തില്ല. സോ പ്രമാണ ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്റ്റിനും എന്തുകൊണ്ട്? പ്രമാണമുണ്ട്. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലോ. അറിഞ്ഞുകൊണ്ട് പാപം ചെയ്ത അതിന് എന്തോ ഇല്ല, ഒരു യാഗവും ഇല്ല. ഞാൻ അറിയാതെ വല്ലതും ചെയ്തു പോയാൽ മാത്രമേ എന്തോ ഉള്ളൂ, സാക്രിഫൈസ് ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് ചെയ്തതിന് ഒന്നിനും ഇല്ല. സോ മാർജിൻ ഓഫ് എറർ എത്രയുണ്ട്? പഴയ നിയമ പ്രമാണം ഞാൻ ആ വാക്യം മുഴുവൻ എടുക്കുന്നില്ല. യു ക്യാൻ സിറ്റ് ആൻഡ് സ്റ്റഡി. അറിഞ്ഞോണ്ട് എന്തെങ്കിലും ചെയ്താൽ നോ എക്സ്ക്യൂസ്, ബിക്കോസ് ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. കരഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ പ്രമാണത്തിന്റെ എത്ര പ്രമാണമുണ്ട്? 631. അതിൽ ഒരെണ്ണം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് സഭയിൽ ചെയ്യുന്നത്. ഏതാ? ദശാംശം. ദശാംശം അതുകൊണ്ടാണ് പറയുന്നത്, പഴയ നിയമത്തിൽ ദശാംശം കൊടുക്കാത്തവൻ ഹി ഈസ് എ തീഫ്. പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കുന്നവൻ എന്തുവാ? കള്ളൻ. ഇന്ന് നമ്മൾ പറയുന്നുണ്ട്, പാസ്റ്റർ മീൻസ് യൂഷ്വലി ദേ സേ അബ്രഹാം മനസാക്ഷി യുഗത്തിലുള്ളതുകൊണ്ട് പ്രമാണത്തിൻ്റെ മുമ്പേ ആയതുകൊണ്ട് ദശാംശം കൊടുത്തു. അതുകൊണ്ട് ഇപ്പം പ്രമാണം കഴിഞ്ഞാൽ നമുക്ക് എന്തോ കൊടുക്കണം? ദശാംശം കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അബ്രഹാം ദശാംശം എവിടെ നിന്നാണ് കൊടുത്തത്? ബൈബിളിൽ ദശാംശം പറഞ്ഞാൽ 10% ഒരിക്കലും അല്ല. ഇറ്റ്സ് ദ 10th. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് 10% and 10th. If you have 11 sheep, how many you will give? ദൈവത്തിന് എത്ര കൊടുക്കും? 11 ആടുകളുണ്ടെങ്കിൽ ദൈവത്തിന് എത്ര കൊടുക്കും? 11 1.1. If you have 15, how much? 1.5. You have to understand, it's not 10%, it's 10th. 10th of the whole. 10th of the whole പറഞ്ഞാൽ എത്ര? 10th. 1.5 അല്ല. You understand? Yes. 10th ബൈബിളിൽ കൊടുക്കുന്ന 10%. 10% പറയുമ്പോൾ 1.5 വരും. 10th പറയുമ്പോൾ എത്ര? അങ്ങനല്ല, 10 ആടുണ്ടെങ്കിൽ ഒരെണ്ണം ദൈവത്തിന്. 11 ഉണ്ടെങ്കിൽ 11 ഉണ്ടെങ്കിൽ എത്ര? ഒന്നേ ഉള്ളൂ. 19 ഉണ്ടെങ്കിലും ഒന്നേ ഉള്ളൂ. 20 ആകുമ്പോൾ എത്ര? 2. 35 ആകുമ്പോൾ എത്ര? 3. 10ാമത്തതാ കൊടുക്കേണ്ടത്. 9 ആടുണ്ടെങ്കിൽ എത്ര കൊടുക്കും? അതാ ദശാംശത്തിന്റെ സിസ്റ്റം. എന്തുവാ? ഇറ്റ്സ് ഓൾവേസ് ദ 10th. എന്തിനാ 10th പറയുന്നേ? ഇത് 11 ഉണ്ടെങ്കിൽ മറ്റേ ആടിന്റെ കഴുത്തും കാല് വെട്ടിയെടുക്കണ്ടായ പിന്നെ ആട് എന്നതിന് കൊള്ളും? യു അണ്ടർസ്റ്റാൻഡ്? ദശാംശം പൈസ ഒരിക്കലും അല്ല. ദൈവാലയത്തിൽ അർപ്പിക്കുന്ന വസ്തുക്കളുടെ മാത്രമേ ഉള്ളൂ ദശാംശം. അത് മലാക്കി അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ദശാംശം എവിടെ കൊണ്ടുവരണം? ആലയത്തല്ല. വായിച്ചേ. 3 അതിൽ ഫേവറേറ്റ് വാക്യമാണ്. ഞങ്ങൾ പാസ്റ്റേഴ്സിന്റെ ഫേവറേറ്റ് വേഴ്സാ. എവിടെ കൊണ്ടുവരണം? മലാക്കി chapter 3 verse 10. Bring ye all the tithes into the storehouse, that there may be meat in mine house, and prove me now herewith, saith the Lord of hosts. എവിടെ കൊണ്ടുവരണം?
in the storehouse. മലയാളത്തിൽ എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് എവിടെ കൊണ്ടുവരണം? ആലയമല്ല എഴുതിയേക്കുന്നത്, എവിടാ? ഭണ്ഡാരത്തിൽ കൊണ്ടുവരാനാ. In the storehouse. വൈ സ്റ്റോർ ഹൗസ്? ഈ അർപ്പിക്കുന്ന സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാ സ്റ്റോർ ഹൗസ്. എല്ലാം ആലയത്തിൽ കൊണ്ടുവന്നാൽ ഇവിടെ വെക്കാൻ സ്ഥലമില്ല. മീൻ പിടിക്കുന്നവന് മീനിന്റെ ദശാംശം കൊണ്ടുവരുന്നില്ല, കാരണം മീൻ അവിടെ അർപ്പിക്കുന്നില്ലല്ലോ. പന്നി കച്ചവടക്കാരൻ എന്തോ കൊണ്ടുവരുന്നില്ല? പന്നി കൊണ്ടുവരുന്ന പൈസ എങ്ങും ഇല്ല, കാരണം പൈസ അവിടെ അർപ്പിക്കുന്നില്ലല്ലോ. ആലയം ഓൾറെഡി ഉണ്ട്. യാഗപീഠത്തിന്റെ പുറത്ത് പൈസയല്ല അർപ്പിക്കേണ്ടി, എന്തുവാ? പാപം അനുസരിച്ചുള്ള മൃഗങ്ങളെയാ അർപ്പിക്കുക. സോ അർപ്പിക്കുന്ന വസ്തുവിന്റെ ദശാംശമാണ് കൊണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബൈ ഫോഴ്സ്. അത് കൊണ്ടുവരുന്ന ഏതിന്റെ മെയിൻ്റനൻസിനാ? ആലയത്തിന്റെ മെയിൻ്റനൻസിനാ കൊണ്ടുവരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ആലയത്തിൽ അർപ്പിക്കുന്നതിന്റെ മാത്രമേ ആർക്കുള്ളൂ? പുരോഹിതന്മാർക്ക്, ലേവിയർക്കേ ഉള്ളൂ. മനസ്സിലാകുന്നു? പക്ഷെ ഞങ്ങൾ ഇന്ന് പാസ്റ്റർമാർ വി ആർ സോ സ്മാർട്ട്. വീസ് ഞങ്ങൾക്ക് ആടുമാടൊന്നും വേണ്ട, എന്തോ തന്നാൽ മതി, ഒരു ചെക്ക് തന്നാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അതുകൊണ്ട് ഇന്ന് സൺഡേ സ്കൂൾ ഫണ്ടുണ്ട്, ചർച്ച് ഫണ്ടുണ്ട്, പിന്നെ എന്തുവാ പാസ്റ്ററിന് ശമ്പളവുമുണ്ട്. ഫൈനലി വന്നാൽ പാവം വിശ്വാസിക്ക് മിച്ചമൊന്നുമില്ല. അത് ജോലി എന്ന് പറഞ്ഞാൽ ആ ശമ്പളം അങ്ങനെ തന്നെയല്ല, ആർക്ക് കൊടുക്കാം? അതുകൊണ്ട് പാസ്റ്റർമാർ എന്തുവായി മാറുന്നു? ദേ ആർ മൾട്ടി മില്യനേഴ്സ്. വിശ്വാസിയായി ആരായി? പാപ്പറായി തീർന്നു. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ദൈവം ഈ പ്രമാണം തന്നിട്ടുണ്ട്. എല്ലാ പാസ്റ്റർമാരല്ല ഞാൻ പറയുന്നത്, ഇൻ ജനറൽ. ദശാംശം, പുതിയ നിയമത്തിൽ ദശാംശം കൊടുത്താൽ നമ്മളാരാ? വി ആർ തീവ്സ് ആൻഡ് റോബേഴ്സ്. ദൈവത്തിന് പഴയ നിയമത്തിൽ ദശാംശം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രമാണമായിരുന്നു. ദശാംശം മാത്രമല്ല, ദശാംശം കൊടുക്കുകയാണെങ്കിൽ അതാ. അബ്രഹാം ദശാംശം കൊടുത്തത് എന്തുവാ? പോക്കറ്റിൽ നിന്നാണോ കൊടുത്തേ? എവിടുന്ന് കൊണ്ടുവന്നാ? From the best of the sheep. നോ, യുദ്ധത്തിന് പോയി കൊള്ളയടിച്ച് കൊണ്ടുവന്നു. ആ കൊള്ളേന്ന് 10ാമത്തെ ഭാഗം ആർക്ക് കൊടുത്തു? മെൽക്കിസേദെക്കിന് കൊടുത്തു. ബാക്കി ആർക്ക് കൊടുത്തു? സോദോമിന്റെ രാജാവിന് കൊടുത്തു. ഇവന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ കൊടുത്തു? ഇത് എത്ര പ്രാവശ്യം കൊടുത്തു? ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഫ്രം ഹിസ്. സോ ഇനി ആ ആധാരത്തിൽ ദശാംശം കൊടുക്കണമെങ്കിൽ പറയണം, ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ബാങ്ക് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ ഇവിടുത്തെ നോവ സ്കോഷ്യ അല്ലെങ്കിൽ സ്കോഷ്യ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആർക്ക് കൊടുക്കും? തീർച്ചയായിട്ടും ദൈവവേലയ്ക്ക് കൊടുക്കും. മനസ്സിലായി? കൊള്ളയടിക്കാൻ പോകുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്നൊന്നും ഇല്ല. 1. നമ്പർ 2, യാക്കോബ് ആ ദൈവത്തോട് പറഞ്ഞേ, എന്തോ പറഞ്ഞേ? നീ എന്നെ അനുഗ്രഹിച്ചാൽ. ഉണ്ടല്ലോ, ഉൽപ്പത്തി പറയണോ, ഞാൻ ആ വാക്യം എടുക്കുന്നില്ല. അനുഗ്രഹിച്ചാൽ, കണ്ടീഷണൽ. ഇഫ് യു ബ്ലസ് മീ, ഞാൻ എല്ലാത്തിൻ്റെ എന്തോ തരാം. അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ശമ്പളം അനുഗ്രഹമാണോ? എനിക്ക് കിട്ടുന്ന ശമ്പളം ഇത് അനുഗ്രഹമാണോ അതോ എൻ്റെ കൂലിയാണോ? യാക്കോബ് പറഞ്ഞാൽ എന്തുവാ? സോ ദൈവം തന്നെ. യെസ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അനുഗ്രഹം ഇല്ലാത്തപ്പോൾ അവർ എന്തോ കൊടുത്തില്ല? ദശാംശം. എവിടുന്ന് കൊടുക്കാനാ? നീ അനുഗ്രഹിച്ചാൽ മാത്രമേ ഉള്ളൂ. സെയിം ആ യാക്കോബ് ആർക്കാ കൊടുത്തത്? പാസ്റ്റർമാരുണ്ടോ? ലേവിയറുണ്ടോ? ആർക്കാ? അവർ ദൈവത്തിന് മുമ്പ് ഇത് അർപ്പിക്കും, പാവപ്പെട്ടവർക്ക് വേണ്ടി അത് കൊടുക്കുമായിരുന്നു. ദാറ്റ്സ് ഓൾ. കാരണം അന്നേരം ലേവിയർ ഇല്ല. പിന്നെ ലേവിയറുടെ ആലയത്തിൻ്റെ സിസ്റ്റം വന്നപ്പോഴാണ് ദൈവം ഇവർക്ക് എന്തോ ഇട്ട് കൊടുത്തത്? സിസ്റ്റമാറ്റിക് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ടെമ്പിൾ. ഇനി ഞാൻ നിങ്ങളുടെ നിന്ന് ദശാംശം എടുക്കണമെങ്കിൽ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കാണിക്കണം ഐ ആം ഫ്രം ദ ട്രൈബ് ഓഫ് ലേവി. എന്നാൽ മാത്രമേ എനിക്ക് എന്തോ എടുക്കാനൊക്കത്തുള്ളൂ? അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാ പ്രമാണം. വേറെ ആർക്കും ദശാംശം എടുക്കാൻ എന്തോ ഇല്ല, അവകാശമില്ല. കാരണം ലേവിയന് സ്വത്തും ഒന്നും കൊടുത്തിട്ടില്ല. ഇന്ന് നമുക്കെല്ലാം റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. വിശ്വാസിക്കാട്ടും കൂടുതൽ സ്വത്ത് ആർക്കുണ്ട്? ഞങ്ങൾക്കുണ്ട്. റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, പ്ലെയിനും ഉണ്ട്, എല്ലാം ഉണ്ട്. സോ അന്ന് ലേവിയർക്ക് എന്തോ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവരുടെ മെയിൻ്റനൻസിന് ദൈവം കൊടുത്തേക്കുന്ന സിസ്റ്റം എന്തുമായിരുന്നു? ദശാംശത്തിൻ്റെ സിസ്റ്റം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ പ്രമാണം ഒരെണ്ണം അനുസരിക്കുകയാണെങ്കിൽ എത്ര എണ്ണം അനുസരിക്കണം? 630 അനുസരിച്ചാൽ മാത്രമേ ഇതുള്ളൂ. സോ പുതിയ നിയമത്തിന്റെ സിസ്റ്റം എന്തോ കൊടുക്കുന്നതിന് 2 Corinthians 9:7
every man according as he purposeth in his heart, so let him give, not grudgingly or of necessity, for God loveth a cheerful giver. മലയാളത്തിൽ അവനവന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. ഇതാ പുതിയ നിയമത്തിന്റെ പ്രമാണം. എങ്ങനെ കൊടുക്കേണ്ടതാ? അക്കോർഡിംഗ് ആസ് ഹി പർപ്പസത്ത് ഇൻ ഹിസ് ഹാർട്ട്. ദൈവം ഒരു നിയമം വെച്ചിട്ടല്ല നമ്മുടെ ഇന്ന് പൈസ മേടിക്കുന്നത്. ഒരു വ്യക്തി സ്വയമേ വേണം തീരുമാനിക്കാൻ. അത് നമുക്ക് പിന്നെ ലേറ്റർ ഓൺ വിൽക്കാം. ബട്ട് ഐ ജസ്റ്റ് പറഞ്ഞ ഒരു വിഷയം, പ്രമാണം ആർക്കായിരുന്നു? ഇസ്രായേൽ മക്കൾക്ക്. അതെന്തിനാ വായിച്ച്? അതിന് എബ്രായർ 1:1, ഹീബ്രൂസ് 1:1. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഇംഗ്ലീഷിൽ വായിച്ചേ. God, who had sundry times and in divers manners spake in time past unto the fathers by prophets, hath in these last days spoken unto us by his Son. സോ പ്രമാണം എന്തിനാ കൊടുത്തത്? പുത്രൻ വരുന്ന വരെ നമുക്ക് വേണ്ടി എന്തുമായിട്ട് തന്നു? ഗൈഡ് ലൈൻ ആയിട്ട് തന്നു. ടിൽ ദ സൺ കെയിം. ആൻഡ് നമ്പർ 2, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഗലേഷ്യൻസ് 3:11. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. എന്തുവാ പറയുന്നേ ഇംഗ്ലീഷിലാണെങ്കിൽ? But that no man is justified by the law in the sight of God. That's simple. It's clear. ഞാൻ ഈ ന്യായപ്രമാണം 631 ക്രമം അനുസരിച്ച് പാലിച്ചാലും എനിക്ക് എന്തോ ഇല്ല? നീതീകരണമില്ല. ഇറ്റ് വിൽ നെവർ ജസ്റ്റിഫൈ എനിവൺ. ഞാൻ ഇതിലെ എല്ലാ 631 പാലിച്ചാലും what am I ending up? Not justified but cursed. Next, Deuteronomy 5:22-28. Deuteronomy 5. Deuteronomy മലയാളത്തിൽ എന്താ? ആവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായം 22-28 വരെ. 28 മലയാളത്തിൽ വായിച്ചേ. ഈ വചനങ്ങൾ യഹോവ 22-28 വരെ. ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ, മേഘം, അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവ്വസഭയോടും അത്യുച്ചത്തിൽ അരുളി ചെയ്തു. ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചില്ല. അവ 2 കൽപ്പനകൾ എഴുതി എന്റെ പക്കൽ തന്നു. എന്നാൽ പർവ്വതം തീ കാളിക്കത്തിക്കൊണ്ടിരിക്കയാൽ അന്ധകാരത്തിന്റെ നടുവിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സകല ഗോത്രത്തലവന്മാരും മൂപ്പന്മാരുമായി എന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ദൈവമായ യഹോവ തന്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ. തീയുടെ നടുവിൽ നിന്ന് അവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടിരിക്കുമെന്ന് ഞങ്ങൾ ഇത് കണ്ടുപിടിക്കുന്നു. ആകയാൽ ഞങ്ങൾ എന്തിനും മരിക്കുന്നു? ഈ മഹത്തായ തീയ്ക്ക് ഞങ്ങൾ ഇരയായിത്തീരും. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ശബ്ദം ഇനിയും കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും. ഞങ്ങളെപ്പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ടോ? നീ അടുത്ത് ചെന്ന് നമ്മുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നതൊക്കെയും കേൾക്കുക. നമ്മുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്യുന്നതൊക്കെയും ഞങ്ങളോട് പറയുക. ഞങ്ങൾ കേട്ട അനുസരിച്ചു കൊള്ളാം. ഇവിടെ ദൈവം പ്രമാണം കൊടുക്കുന്ന എന്തിനാ? ദൈവ സിനായിൽ ഇറങ്ങി വന്നപ്പം തീയും പുകയെല്ലാം കണ്ടപ്പോൾ ഇവരെന്തോ ചെയ്തു? പേടിച്ചു പോയി. ഈ പ്രമാണം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ആ ഗ്ലോറി, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുക. നീ ചിന്തിച്ചേക്കുന്നത് നീ ദൈവം പോലെ ആകാം. ഇതാ ഞാൻ, നീ അയക്കൂ, ഞാൻ നിനക്ക് എല്ലാം തന്നതില്ലയോ? സോ പ്രമാണം കാണിക്കുന്നത് ആരാ? ആരെ കാണിക്കുന്നത്? ദൈവത്തിൻ്റെ ആ തേജസ്സിനെയാ കാണിക്കുന്നത്. ദൈവത്തിൻ്റെ തേജസ് കണ്ടപ്പം മനുഷ്യൻ പറഞ്ഞത് എന്തുവാ? ഞങ്ങൾക്ക് നേരെ സംസാരിച്ച് ജീവനോട് ഇരിക്കാൻ
ഒക്കത്തില്ല. അതുകൊണ്ട് ആരോട് പറയാ പോയി സംസാരിക്കാൻ? മോശയോട് പോയി സംസാരിക്കാൻ പറയാം. നെക്സ്റ്റ് വായിച്ച റോമൻസ് 7:7. റോമർ 7:7. ആകയാൽ നാം എന്ത് പറയണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹങ്ങളെ അറിയുകയില്ലായിരുന്നു. സോ ഇവിടെ ആദ്യമേ ദൈവത്തിന്റെ തേജസ്, നമ്പർ 2 ന്യായപ്രമാണം തന്നത് പാപം എന്തുവാന്ന് അറിയാൻ, പാപത്തിന്റെ ശക്തിയെ മനസ്സിലാക്കാനാ എന്തോ തരുന്നത്. ന്യായപ്രമാണം തന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. പാപത്തിന്റെ ശക്തി, പാപത്തിന്റെ സ്വഭാവം, ഹൗ സീരിയസ് സിൻ ഈസ്. മുമ്പേ നമ്മൾ വായിച്ചല്ലോ, ന്യായപ്രമാണം ആരെയും നീതീകരിക്കുന്നില്ല. എത്ര അനുസരിച്ചാലും നീതീകരണമില്ല. സോ ഇതിന്റെ 13 വായിച്ചേ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ? ഒരു നാളും വരുത്. പാപമത്ര മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. കൽപ്പന തന്നത് എന്തിനാ? പാപം ക്ലിയറായി തെളിഞ്ഞ് മുമ്പേ വരാൻ. 1 തിമോത്തി 1:9. 1 തിമോത്തി 1:9. ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, പരമോഷ്ടാക്കൾ, പോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ ഈ വകക്കാർക്കും പത്യോപദേശത്തിനും വിപരീതമായി മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. knowing this that the law is not made for the righteous man. മലയാളത്തിൽ വായിച്ചേ. 9 വായിച്ചേ. 1:9 വായിച്ചേ. ദുർനടപ്പുകാർ വായിച്ചേ. അതിന്റെ 9-10 വായിച്ചേ. ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, പരമോഷ്ടാക്കൾ, പോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായി മറ്റ് ഏതിനും അത്ര വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. 10 ന്യായപ്രമാണോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, പോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതം. അതിൽ മലയാളത്തിൽ മിസ് ഔട്ട് ചെയ്തിട്ട്. ബട്ട് വി നോ ദാറ്റ് ദ ലോ ഈസ് ഗുഡ് ഇഫ് എ മാൻ യൂസ് ഇറ്റ് ലോഫുള്ളി, റൈറ്റ്? പക്ഷെ 9ാമത്തെ വാക്യത്തിൽ എഴുതി വെക്കുന്ന ഒരു വാക്കുണ്ട്, നോയിങ് ദിസ് ദാറ്റ് ദ ലോ ഈസ് നോട്ട് മെയ്ഡ് ഫോർ എ റൈച്ചസ് മാൻ. മലയാളത്തിൽ ആ വാക്ക് തന്നെ ഞാൻ മെഴുങ്ങി കളഞ്ഞേക്കുക. ഈ ന്യായപ്രമാണം ആർക്ക് വേണ്ടിയല്ല? ന്യായപ്രമാണം 8 എന്തോ എഴുതിക്കുന്നേ? ന്യായപ്രമാണമോ നീതിമാനല്ല. അല്ലല്ല, ലോ ഈസ് ഗുഡ്, അതല്ല. ന്യായപ്രമാണം നീതിമാന് വേണ്ടിയുള്ളത് അല്ല. നോ ഇംഗ്ലീഷിലുണ്ട്, ബട്ട് വി നോ ദാറ്റ് ദ ലോ ഈസ് ഗുഡ്. ഇത് 8ാമത്തെ തുടക്കത്തിലായി. അല്ലല്ല, സി ഇംഗ്ലീഷിൽ 8ന്റെ തുടക്കത്തിൽ എന്തുവാ? ബട്ട് വി നോ ദാറ്റ് ദ ലോ ഈസ് ഗുഡ്. ഇത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ 9ന്റെ സ്റ്റാർട്ടിംഗിൽ എഴുതിയേക്കുന്നേ ദാറ്റ് ദ ലോ ഈസ് നോട്ട് മെയ്ഡ് ഫോർ എ റൈച്ചസ് മാൻ. ഇതെവിടെ ഇല്ല? നീതിമാന് വേണ്ടി അല്ല ന്യായപ്രമാണം ഉണ്ടാക്കിയിരിക്കുന്ന എഴുതിയിട്ടുണ്ടോ മലയാളം വാക്യത്തിൽ ബൈബിളില്? 8 ന്യായപ്രമാണം 8 വായിച്ചേ. ന്യായപ്രമാണമോ നീതിമാനല്ല. നീതിമാനല്ല. ഇംഗ്ലീഷിൽ എന്തുവാ? ന്യായപ്രമാണം നീതിമാന് വേണ്ടിയതല്ല. ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ദാറ്റ് ദ ലോ ഈസ് നോട്ട് മെയ്ഡ് ഫോർ എ റൈച്ചസ് മാൻ. അതിന്റെ മലയാളം എന്തുവാ? ന്യായപ്രമാണം നീതിമാനല്ല എന്നാ എഴുതിയേക്കുന്നത്. അങ്ങനെ അല്ലല്ല, ന്യായപ്രമാണം നീതിമാനല്ല എന്നല്ലയോ എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ന്യായപ്രമാണം ആർക്ക് വേണ്ടിയല്ല? നോട്ട് ഫോർ ദ റൈച്ചസ് മാൻ. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ദ ലോ ഈസ് ഗുഡ്.
ഇംഗ്ലീഷ് what we know that the law is good. മലയാളത്തിലാത്തോണ്ടോ? ഇല്ല, അങ്ങനെയില്ല. 18 വായിച്ചു. 8 ആദ്യം വായിച്ചു. വായിച്ചേ. ന്യായപ്രമാണമോ നീതിമാനല്ല, ന്യായപ്രമാണം നീതിമാനല്ല. ഇങ്ങനെ എഴുതിയേക്കുന്നേ കംപ്ലീറ്റ് അവിടെ വിട്ടു. that we know that the law is good. ന്യായപ്രമാണം നല്ലതാ. അതിന്റെ താഴെ വരേണ്ടത് ന്യായപ്രമാണം നീതിമാൻ വേണ്ടി അല്ല, അതും വരണം. സോ ഇവിടെ വന്നേക്കുന്നത് നല്ലപോലെ മനസ്സിലാക്കണം. ന്യായപ്രമാണം ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? നീതിമാൻ മനുഷ്യന് വേണ്ടി അല്ല. പക്ഷെ ന്യായപ്രമാണം കാണിക്കുന്നത് എന്ത്? ഒറ്റ ഓർത്ത നീതിമാനല്ല. Nobody is righteous. നോ മാൻ ഇസ് ജസ്റ്റ് ഓർ റൈച്ചസ്. എല്ലാവരും ആരാ? ന്യായപ്രമാണം കാണിച്ചത് ഒറ്റ നീതിമാനില്ല. ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം എന്തോ പറഞ്ഞേനെ? ഞാൻ ആരാ? ഞാൻ നീതിമാനാ. നീതിമാൻ ദൈവമല്ലാതെ വേറെ ആരും ഇല്ലാന്ന് ആര് കാണിക്കുക? ന്യായപ്രമാണം കാണിക്കുക. ഞാൻ പറഞ്ഞോണ്ടിരുന്നു എനിക്ക് വണ്ടി നല്ലപോലെ ഓടിക്കാൻ അറിയാം, എന്നാ ഞാൻ റോഡിൽ വരച്ച് തരാം, ഓടിക്കേ. ട്രാഫിക് ലൈറ്റും വെച്ചിട്ടുണ്ട്, അന്ന് വരച്ചാൽ മതിയല്ലോ, ഞാൻ ഓടിച്ചോളാം. അന്ന് ഓടിച്ചേ. എത്ര ടിക്കറ്റാ കിട്ടിയത്? ടിക്കറ്റ് കിട്ടുമ്പോൾ എന്തോ പറയുന്നേ? എനിക്കറിയാം. ടിക്കറ്റ് പറയുമ്പോൾ എന്തുവാ? എനിക്ക് ഓടിക്കാൻ അറിയത്തില്ലെന്നേ. അതിലോ ടിക്കറ്റ് കാണിക്കുന്നേ. യാഗപീഠത്തിന്റെ പുറത്തുള്ള രക്തം എന്തുവാ കാണിക്കുന്നേ? അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപത്തിനു വേണ്ടി പരിഹാരമില്ല. ഇപ്പം അറിഞ്ഞുകൊണ്ട് ചെയ്തോണ്ട് കൊന്നുമൂടി. യാഗപീഠത്തിന്റെ പുറത്ത് തന്നെ രക്തം എന്തുവാ കാണിക്കുന്നത്? ഞാൻ അറിയാതെ തന്നെ എത്ര എണ്ണം ചെയ്യുന്നുണ്ട്. അഥവാ ഇതും ഇല്ലായിരുന്നെങ്കിൽ ഒറ്റ മനുഷ്യൻ ഈ ഭൂമി ജീവനോട് കാണത്തില്ല. നമ്മൾ ആരെ അർപ്പിച്ചു? പാപം അറിയാത്ത മൃഗങ്ങളെ അർപ്പിച്ചോ? ആർക്ക് വേണ്ടി? അറിയാ ചെയ്ത് പാപം. എല്ലാ ദിവസവും ആലയത്തിൽ യാഗമുണ്ട്, രാവിലെയും വൈകിട്ട്. അറിയാ ചെയ്ത പാപത്തിനും യാഗമുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യമുണ്ട് പ്രായശ്ചിത്ത ദിവസം. അന്ന് 2 ആടിനെ എടുക്കുന്നത്. ഒരു ആടിനെ അർപ്പിക്കും, മറ്റേ ആടിനെ എന്തോ ചെയ്യുക? ഇസ്രായേലിന്റെ ക്യാമ്പിൽ നിന്ന് വെളിയിലായി. എല്ലാ വർഷവും ആടിനെ അയക്കുക. ഇപ്പം നമ്മൾ ഇരുന്ന് ഇത് പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ പാസ് ഓവറാ. അതുകൊണ്ടാണ് ഇന്ന് ഗുഡ് ഫ്രൈഡേ. സോ എല്ലാ പാസ് ഓവറിനും അവരെന്തോ ചെയ്യുന്നുണ്ട്? എല്ലാ ഡേ ഓഫ് അറ്റോൺമെന്റ് എന്തോ ചെയ്യുന്നുണ്ട്? ആടിനെ അയച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വർഷം പിന്നെ അയക്കണോ? എല്ലാ വർഷം എന്തോ ചെയ്യുക? അയച്ചുകൊണ്ടിരിക്കുക. എത്ര യാഗങ്ങൾ അർപ്പിച്ചു, എന്നിട്ട് ഒരു പരിഹാരവും ഇല്ല. കാരണം ന്യായപ്രമാണം തന്നത് എന്തിനു വേണ്ടി? ഒറ്റ ഒരുത്തൻ നീതിമാൻ അല്ലെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ എന്തോ തന്നത്? ന്യായപ്രമാണം തന്നത്. പക്ഷെ ഇന്ന് സബത്തുകാർ ചെയ്യുന്നത് എന്തുവാ? അവർ ഈ കൽപ്പന അനുസരിക്കാൻ വേണ്ടി നടക്കുക. അനുസരിച്ചു. ഈ വചനം തന്നെ പറഞ്ഞു, ന്യായപ്രമാണം ആരെ എന്തോ ചെയ്യത്തില്ല? നീതിമാൻ ആക്കുന്നില്ല. നീതിമാൻ ആക്കുന്നില്ല, പിന്നെ എന്നെ ആരാക്കുക? എന്നെ ശപിക്കപ്പെട്ടവനാക്കുക. ഐ എം cursed. If I am obeying the law, what is it saying? I am cursed man, not a good man. അതാ ന്യായപ്രമാണം കാണിക്കുന്നത്. നെക്സ്റ്റ് വായിച്ച യാക്കോബ് 1:22, ജെയിംസ് 1:22, ജെയിംസ് 1:22, 22-23. But ye doers of the word, and not hearers only, deceiving your own selves. For if any be a hearer of the word, and not a doer, he is like unto a man beholding his natural face in a glass. മലയാളത്തില് എന്റെ വചനം കേൾക്ക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുകയും. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. സോ ഈ പ്രമാണം ദൈവം തന്നത് ഇത്. ക്യാൻ യു സീ യുവർ ഫേസ്? മുഖം കാണാം. ഇതെന്തുവാ? ന്യായപ്രമാണം എന്തുവാ കാണിക്കുന്നത്? എൻ്റെ ഇറ്റ്സ് ലൈക്ക് എ മിറർ. ഞാൻ നല്ലവനല്ല കാണിക്കുന്നത്, എൻ്റെ തനി നിറം എന്നെ കാണിക്കുക. മനസ്സിലാകുന്നുണ്ടോ? സോ ഞാൻ വാഷ്റൂമിൽ കയറി, മിറർ കണ്ടപ്പം എൻ്റെ മുടിയെല്ലാം ആകെ അങ്ങ്, മിറർ കണ്ടാൽ മുടി ശരിയാകത്തില്ല. അതെന്നെ കാണിച്ചത് എന്തിനാ?
എന്നെ തന്നെ ശരിയാക്കാൻ. സോ കണ്ടല്ലോ എൻ്റെ തനി നിറം, ഇനി ശരിയാക്കിയോ. ഞാൻ എങ്ങനെ ശരിയാക്കാനാ? എനിക്ക് ന്യായപ്രമാണം മുഖാന്തരം എന്തോ മനസ്സിലായി? മൈ ഓൺ റിയൽ കളർ. ബട്ട് ദ പ്രോബ്ലം ഈസ്, ഞാൻ എങ്ങനെ നന്നാകാനാ? I'm not doing it. ഞാൻ എന്തോ ചെയ്താലും, കാരണം അകത്ത് ആരിപ്പുണ്ട്? ഞാൻ ഓർക്കുന്നത് ഞാൻ നല്ലവനാ, പക്ഷെ ന്യായപ്രമാണം കാണിക്കുന്നേ നീ നല്ലവനല്ല. ഇത് മനസ്സിലാക്കാൻ ദൈവം എന്തോ തന്നു? ന്യായപ്രമാണം നമുക്ക് തന്നു. അതിൻ്റെ കൂടെ വായിച്ചേ തീത്തോസ് 3:5, അല്ലെങ്കിൽ തീത്തോസ് അല്ല, ഗലാത്യർ 2:21 വായിച്ചേ. ഗലേഷ്യൻസ് 2:21. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ഇംഗ്ലീഷിൽ, I do not frustrate the grace of God, for if righteousness come by the law, then Christ is dead in vain. അതിൻ്റെ അർത്ഥം, ഐ ഡു നോട്ട് മേക്ക് വോയിഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. പ്രമാണം തന്ന് ദൈവത്തിൻ്റെ കൃപയുടെ വില മനസ്സിലാക്കാനാണ്, ദൈവത്തിൻ്റെ ദയ മനസ്സിലാക്കാനാണ്. ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫോർഗിവ്നെസ് ഇസ്. പുതിയ നിയമം മനസ്സിലാകണമെങ്കിൽ ആദ്യമേ എന്തോ മനസ്സിലാക്കണം? പ്രമാണം മനസ്സിലാക്കിയാൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ക്ഷമയുടെ വില മനസ്സിലാകത്തുള്ളൂ. ഇന്ന് നമ്മൾ പുതിയ നിയമക്കാർ, ഇന്ന് ഇതിപ്പോൾ പുതിയതായി ഇവർ കൃപ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അവരെന്തോ പറയുന്നത്? ഐ ക്യാൻ ഡു എനി നോൺസെൻസ്. ദൈവം എന്നെ എന്തോ ചെയ്യും? ക്ഷമിക്കും. ഇനിയിപ്പം സജീത്ത് കണ്ണൂർ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തോ തോന്നിവാസം ചെയ്താലും കത്രമേശ പങ്കെടുക്കാം, ആർക്ക് വേണമെങ്കിലും എടുക്കാം. ദിസ് ഈസ് ദി ഏജ് ഓഫ് ഗ്രേസ്. വി ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് വാട്ട് ഗ്രേസ് ഈസ്. കൃപ കുടിക്കൊണ്ടിരിക്കത്തില്ല, കൃപ എന്തോ ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞോണ്ടിരിക്കും. കൃപ പറഞ്ഞാൽ അൺമെറിറ്റഡ്, അർഹതയില്ലാത്ത ദൈവത്തിൻ്റെ ദാനമായത്. അതെന്തിനാ ചെയ്തത്? കാരണം ഞാൻ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ, ദൈവം ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം തന്ന കൃപയാണ്. ഇത് ചോദിച്ചാൽ കിട്ടുന്ന സാധനം അല്ല, അർഹതയില്ല. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇഫ് ഐ ഡു നോട്ട് മേക്ക് വോയിഡ് ദ ഗ്രേസ് ഓഫ് പ്രമാണമില്ലായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ വില നമ്മൾ ഒരിക്കലും മനസ്സിലാകും. ന്യായപ്രമാണം നമുക്ക് നീതീകരണം ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്തു മരിച്ചത്, ക്രിസ്തു മരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. നെക്സ്റ്റ് വായിച്ചേ, ഗലാത്യർ 3:23-24. But before faith came, we were kept under the law, shut up into the faith which should afterwards be revealed. Wherefore the law was our schoolmaster to bring us unto Christ, that we might be justified by faith. മലയാളത്തിൽ, വിശ്വാസം വരും മുമ്പേ നമ്മൾ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഒന്നുകൂടെ 23 മലയാളത്തിൽ വായിച്ചേ. വിശ്വാസം വരും മുമ്പേ, വിശ്വാസം വരുന്ന മുമ്പേ നമ്മൾ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. വിശ്വാസം വെളിപ്പെടുന്ന മുമ്പേ, ഒന്നുകൂടെ വായിച്ചേ. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട്, നമ്മളിൽ വെളിപ്പെടുവാൻ ഇരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ആയിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. ന്യായപ്രമാണം തന്നത് എന്തിനാ? എന്തോ വരാനാ? വിശ്വാസം വരാനാ. അതിന്റെ 24, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്. നീതീകരണം എങ്ങനെയുള്ളൂ? വിശ്വാസത്താലേ ഉള്ളൂ. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. നീതീകരണം എങ്ങനാ? വിശ്വാസത്താല. ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. So the law was given as a schoolmaster to bring us to whom? ക്രിസ്തു വരുമ്പോൾ ന്യായപ്രമാണം നമ്മൾ ക്രിസ്തുവിടെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാ ന്യായപ്രമാണം തന്നെ, നീതീകരിക്കാനല്ല. ക്രിസ്തു ആരാന്ന് മനസ്സിലാക്കാൻ, ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കാൻ ദൈവം എന്തോ കൊടുത്തു?
ന്യായപ്രമാണം 631 കാലേൽ 10 കൽപ്പന കാലേൽ സ്വന്തം കൈകൊണ്ട് എഴുതി കൊടുത്തതാണ്. നമ്മളെ നീതീകരിക്കാനല്ല, ദൈവത്തിൻ്റെ സ്നേഹം. ആദമിന് മനസ്സിലാക്കാത്ത വിഷയം ഇത്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ക്ഷമ, ഇത് മനസ്സിലാക്കാൻ ദൈവം എന്തോ കൊടുത്തു? ന്യായപ്രമാണം കൊടുത്തു. അതുകൊണ്ടാണ് രക്തം ഇവരുടെ പുറത്ത് തെളിച്ചത്. നടന്നില്ലെങ്കിൽ നിന്നെ എന്തോ ചെയ്യും? കൊന്നോ? വായ്, നീ തന്നെ ഇല്ലയോ പറഞ്ഞത്? നീ പറയുന്നതൊക്കെ എല്ലാം ചെയ്യാന്ന്. ചെയ്തോ? അവർ ചെയ്യാൻ ശ്രമിച്ചു. എന്തോ സർക്കസ് കാണിക്കണോ? എല്ലാം ചെയ്തു. പക്ഷെ എപ്പോഴും പറയുന്നത് എന്തോ? ഐ ആം ലൈറ്റ്, ഐ കാനോട്ട് റീച്ച് യുവർ സ്റ്റാൻഡേർഡ്. ആര് പറഞ്ഞുകൊണ്ടിരിക്കുക? മനുഷ്യൻ പറഞ്ഞു. മീൻസ് ഞാനൊരു പാപം ചെയ്തിട്ട്, പാപം മീൻസ് അറിയാതെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ആലയത്തിൽ വരുന്നുണ്ടല്ലോ, യാഗം അർപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ആ യാഗപീഠം എന്നോട് എന്തോ പറയുന്നേ? ശപിക്കപ്പെട്ടവനെ. എനിക്ക് ആശ്വാസമല്ല കിട്ടുന്നേ. എന്തോ കിട്ടുന്നേ? ന്യായപ്രമാണം എന്തോ പറയുന്നേ? ഞാൻ ശപിക്കപ്പെട്ടവനാ, ഞാൻ നല്ലവനല്ല, ശപിക്കപ്പെട്ടവനാ. നടക്കാൻ ആഗ്രഹിച്ചിട്ടും അറിയാതെ എന്തൊക്കെ നടന്നു പോകുന്നുണ്ട്. മനസ്സിലാവും? സോ യു അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നെസ്. എത്ര കോടിക്കണക്കിന് മൃഗങ്ങളെ കൊന്നത്, എത്ര മനുഷ്യരാ ചത്തത്. എന്തിനാ? മനുഷ്യനെ എന്തോ കാണിച്ചു? നിനക്ക് നടക്കാൻ കഴിയത്തില്ല, നിനക്ക് എൻ്റെ പോലെ ആകാൻ കഴിയത്തില്ല. ഇത് കൊടുത്തത് മനുഷ്യനെ എന്തോ മനസ്സിലാക്കാൻ? ഒറ്റ ഒരുത്തൻ നീതിമാൻ അല്ല. And it was a schoolmaster had no mercy. സോ അങ്ങനെ ന്യായപ്രമാണം തന്നത് നമ്മളെ എവിടെ കൊണ്ടുവരാനാ? വിശ്വാസത്തിലേക്ക് നടത്താൻ വേണ്ടിയാ ന്യായപ്രമാണം തന്നത്. സോ ഞാൻ പുതിയ നിയമത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിൻ്റെ ആ സെയിം ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഇല്ല. നോ ചേഞ്ചസ്, നോ കൺസേൺ. സോ പഴയ നിയമക്കാട്ടും ടഫായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഏതാ? പുതിയ നിയമം. അതുകൊണ്ട് കർത്തൃമേശയുടെ പാനപാത്രത്തിൽ നമ്മൾ ശ്രദ്ധയോട് കുടിച്ചില്ലെങ്കിൽ ചത്തു വീഴുന്നേ. നമ്മളിൽ രോഗികളായാലോ? എന്താ? യേശുവിൻ്റെ രക്തത്തെ എന്തോ ചെയ്തു? അതുകൊണ്ടാണ് എബ്രായറിലുള്ള വാക്യം ഹീബ്രൂസ് 11 അതിൻ്റെ 26, 27, 28, 29, 30, 31. Esteeming the reproach of Christ greater riches than the treasures in Egypt. 10 10 26 തൊട്ട് 31 വരെ 10. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കുവൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വിട്ടു എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്ന് അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. 26 For if we sin willfully after we have received the knowledge of truth, there remaineth no more sacrifice for sins. അറിഞ്ഞോണ്ട് പാപം ചെയ്ത ഇനി ഒന്നും ഒരു യാഗവും ശേഷിക്കുന്നില്ല. 27 But a certain fearful looking for of judgment and fiery indignation which shall devour the adversaries. നിത്യ നരകത്തിലെ എരിയുന്നതിന്റെ കാരണം ഞാൻ വിശുദ്ധനാ. I will not tolerate any sin. ദൈവത്തിന് പാപത്തെ ക്ഷമിക്കാൻ കഴിയത്തില്ല. No way. കാരണം അവൻ നീതിമാനാ. കോടതിയിൽ ക്ഷമ പറഞ്ഞ വാക്കില്ലല്ലോ. Either you are acquitted or judged. അവിടെ ക്ഷമ പറഞ്ഞ പരിപാടി
കോടതിയിലില്ല. ഇപ്പം കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്കയിൽ എങ്ങാണ്ട് ഒരു ഭർത്താവ് ഒരു ഭാര്യ ഒരു ലവറുണ്ടായിരുന്നു, ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി ഹയർ ചെയ്തു. ഭർത്താവ് പാവപ്പെട്ട മീൻസ് പാവമായിരുന്നു ആള്. ആ കൊലപാതകൻ ഫൈനലി വന്ന് ഭർത്താവിനെ കൊന്നില്ല. ഹി വെന്റ് ആൻഡ് അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക്. കോടതി കേസ് എത്തി. കോടതിയിൽ ഭർത്താവ് തന്നെ വന്ന് ഭാര്യയുടെ വിഷയത്തിൽ ജഡ്ജിന്റെ മുമ്പേ നിന്ന് പറഞ്ഞു, പ്ലീസ് ഫോർഗീവ് ഹർ, ഐ ഫോർഗീവ് ഹർ. എന്നെ കൊല്ലാൻ വേണ്ടിയില്ലയോ ചെയ്ത്, ഞാൻ ക്ഷമിച്ചു. ജഡ്ജി പറഞ്ഞു, യാ ഫൈൻ, യു ഹാവ് ഫോർഗിവൻ ഹർ, ഷീ ഹാപ്പൻസ് ടു ബി യുവർ വൈഫ്, ബട്ട് ദിസ് ഇസ് ദ കോർട്ട്, വി കാൺട്ട് ഫോർഗീവ്. 8 വർഷവും 5 മാസമാണ് പണിഷ്മെന്റ് ജയിലില്. നീ ക്ഷമിച്ചല്ലോ, നല്ല കാര്യം. പക്ഷെ കോടതിക്ക് ക്ഷമ പറഞ്ഞ വാക്ക്, കോർട്ട് ഡസന്റ് നോ വാട്ട് ഈസ് ഫോർഗിവ്നെസ്. ജസ്റ്റിസ് നെവർ നോസ് വാട്ട് ഈസ് ഫോർഗിവ്നെസ്. എത്ര വർഷമാ? 8 വർഷവും 5 മാസം. Judgment is So you have to always understand, ദൈവത്തിൻ്റെ നീതിയിൽ ക്ഷമ പറഞ്ഞ്. സോ ദൈവം പ്രമാണം തന്നത് എന്തിന്? ദൈവത്തിൻ്റെ ആ കൃപയുടെ വില മനസ്സിലാക്കാനാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ നമ്മൾ ഈ പുതിയ നിയമത്തിലും ഇപ്പോഴും എന്തോ ചൊല്ലിക്കൊണ്ടിരിക്കുക, കൃപ 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 ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ പൗലോസിനോട് പറഞ്ഞ, എൻ്റെ കൃപ നിനക്ക് മതി. ഈ കൃപ ചൊല്ലേണ്ടിയ കാലമല്ല, കൃപ കുറഞ്ഞോണ്ടിരിക്കുക. കൃപയുള്ളവനായതുകൊണ്ടാണ് നമുക്ക് ക്രൂശിൻ്റെ ഇപ്പുറത്ത് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഒരു പാപം അറിയാത്തവനെയാ എവിടെ കയറ്റിയത്? ക്രൂശി കയറ്റിയത്. നമുക്കാർക്കും ഇന്ന് ജീവനോട് ഇരിക്കാൻ അവകാശം ഇല്ല. ഒരു ഊനമില്ലാത്തവനെയാ കൊന്നത്. സോ പ്രമാണം തന്നത് എന്തിന്? കൃപയുടെ. സോ ഇവിടെ എഴുതുക, he that despised Moses' law died without mercy under 2 or 3 witnesses. 2-3 സാക്ഷികളുടെ മുമ്പേ അവരെ എന്തോ ചെയ്തു? കൊന്നു. അങ്ങനെയാണെങ്കിൽ of how much sorer punishment suppose he shall he be thought worthy who had trodden underfoot the Son of God. ആ പ്രമാണത്തെ ചവിട്ടുവാണെങ്കിൽ, ജീവൻ കൊടുക്കേണ്ടി വന്നാൽ, പുത്രനെ ചവിട്ടിയാൽ, how serious God looks at it. You understand that? So അതുകൊണ്ട് വായിച്ചേ ഗലാത്യർ 3:10-11. Galatians 3:10-11. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. So 10-11, yeah. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ല ഉള്ളത്. വായിച്ചേ ഇംഗ്ലീഷില്. For as many are of the works of the law are under the curse, for it is written, cursed is everyone that continueth not in all things which are written in the book of the law to do them. But that no man is justified by the law in the sight of God. It is evident, for the just shall live by faith. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ന്യായപ്രമാണം എന്തോ മനസ്സിലാക്കി? നമ്മളെല്ലാം ആരാ? We are not ശപിക്കപ്പെട്ടവരാ. we are cursed in the sight of God. ബട്ട് ലുക്ക് അറ്റ് പോൾ. പൗലോസിന്റെ സ്വഭാവം എന്തുവായിരുന്നു? പൗലോസ് മറ്റവരുടെ പോലെ അല്ല, പത്രോസിന്റെ പോലെ അല്ല. പത്രോസൊക്കെ അവരുടെ തൊഴിൽ എന്തുവായിരുന്നു? മീൻ പിടിക്കുന്നവരാ. പൗലോസോ, ഹി ഈസ് എ ഫാരിസി. ഈ മീൻ പിടിക്കുന്നവരും ഫരീസി തമ്മിലുള്ള വ്യത്യാസം, മറ്റവർക്ക് ന്യായപ്രമാണം ഒരു വലിയ നുകം പോലെ, ഈ പരിസന് ഇത് നുകമല്ല. ഹി എൻജോയ്സ് ദ ലോ. പൗലോസ് പറയുന്നത്, ഞാൻ ആരാ? 8ാം നാൾ പരിച്ഛേദന ചെയ്തു അക്കോർഡിംഗ് ടു ദ ലോ. ഐ എം ഫാരിസി ആൻഡ് ഐ എം ബ്ലെയിംലെസ്. പൗലോസ് എന്തിനാ ന്യായപ്രമാണത്തെ ഇത്രയും സന്തോഷത്തോട് ചെയ്യുന്നത്? അവൻ ഓർക്കുന്നത് എന്തുവാ? ന്യായപ്രമാണം മുഖാന്തരം എനിക്ക് എന്തോ കിട്ടും? നീതീകരണം കിട്ടുമെന്നാ ഓർത്തോണ്ട് പൗലോസ് ഇതെല്ലാം ചെയ്തേ. വെളിച്ചം പ്രകാശിച്ചപ്പോഴാണ് നമ്മുടെ അച്ചായന് പിടി കിട്ടിയത്.
ഇത് എനിക്ക് നീതിമാനല്ല ആക്കുന്നത്, ഇത് എന്നെ എന്തോ ചെയ്തോണ്ടിരിക്കുക, ശപിച്ചോണ്ടിരിക്കുക. അന്നേരമാ പൗലോസ് പറഞ്ഞേ, ഐ വോണ്ട് ടു നോ ക്രൈസ്റ്റ്. ലാഭമായതെല്ലാം ഛേദം. അത് വായിച്ച് അതുകൂടെ വായിച്ച് നമുക്ക് നിൽക്കാം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 3 അതിൻ്റെ 9. And he found in him not having mine own righteousness, which is of the law, but that which is through the faith of Christ, the righteousness which is of God by faith. എൻ്റെ മലയാളത്തില്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. ന്യായപ്രമാണത്തിലുള്ള അവൻ ഫരീസനാ. അവൻ ഇപ്പം കണ്ണു തുറന്നപ്പോൾ പറയുന്നത് എന്തുവാ? എൻ്റെ ന്യായപ്രമാണം മുഖാന്തരം, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? പൗലോസിന്റെ കണ്ണ് തുറന്നപ്പോൾ അവന് മനസ്സിലായത്, നമുക്ക് ക്രിസ്തു വന്ന് വിശ്വാസം മുഖാന്തരം നീതീകരണം കിട്ടാൻ വേണ്ടി കർത്താവ് വില കൊടുത്ത നമുക്ക് ഈ പൗലോസിന്റെ പോലെ എത്ര തീഷ്ണതയോട് മുമ്പോട്ട് പോകേണ്ടതാ. പക്ഷെ ഇന്ന് വിശ്വാസികളെ ഒന്ന് നോക്കിയേ. ഇന്ന് സാധാരണ വിശ്വാസികൾ അവർ എന്തോ ചിന്തിക്കുന്നത്? സ്തോത്രാഴ്ച കൊടുത്താൽ, ദശാംശം കൊടുത്താൽ ദൈവത്തെ എന്തോ ചെയ്യാനൊക്കും. അതുകൊണ്ട് ആ ഭയത്തോടും വിരയലോടും നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. പ്രമാണം കൊടുത്തത് ഒരു ഊനമില്ലാത്ത ക്രിസ്തുവിനെ മനസ്സിലാക്കാനാ. അതെന്തിനാ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നേ? ഞാൻ ക്രിസ്തുവിൽ ആരെ കാണുക? ദൈവത്തിൻ്റെ ക്ഷമ, ദൈവത്തിൻ്റെ കൃപ. താങ്ക് ഗോഡ് എൻ്റെ കണ്ണ് തുറന്നത്. അഥവാ എൻ്റെ കണ്ണ് തുറന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരുന്ന. ഇന്ന് മിക്കവാറും വിശ്വാസികൾ എന്തോ ചിന്തിക്കുക, അവർ നല്ലവരാ, പള്ളിയിൽ പോകുന്നവരാ. യാ, അവർ ഓർക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവത്തെ എന്തോ ചെയ്യാൻ നോക്കും? സന്തോഷിപ്പിക്കാൻ നോക്കും. മനുഷ്യൻ അവൻ്റെ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്തു. ഫൈനലി യോഹന്നാൻ വന്നപ്പോൾ എല്ലാം മുങ്ങുക. യോഹന്നാൻ്റെ സ്നാനം ഏതായിരുന്നു? മാനസാന്തര സ്നാനം. ഏതൻ തോട്ടത്തിൽ വിരൽ ചൂണ്ടിയപ്പോൾ എന്തോ പറഞ്ഞു? നീ തന്ന ഭാര്യ. ആ യുഗം തീർന്നപ്പം, പ്രമാണത്തിൻ്റെ യുഗം തുറന്നപ്പോൾ എന്തോ പറഞ്ഞേ? നീ പറയുന്നതൊക്കെയെല്ലാം ചെയ്തോളാം. പ്രമാണത്തിൻ്റെ യുഗം അവസാനിച്ച് കൃപയുടെ യുഗം തുടങ്ങുമ്പോൾ ഈ എല്ലാം ചെയ്തോളാം എന്ന് പറയുന്നവൻ എന്തോ പറയുന്നേ? എനിക്ക് ചെയ്യാൻ. വെള്ളത്തിൽ മാനസാന്തര സ്നാനം എടുക്കില്ലയോ? മാനസാന്തര സ്നാനം എടുക്കുമ്പോൾ ഇവർ എന്തോ പറയുന്നേ? എടാ നീ നടന്നോടാ, നീ ഇല്ലയോ പറഞ്ഞേ? നീ പറയുന്നതൊക്കെയെല്ലാം ചെയ്തോളാം. എല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടും മനസ്സിലായത് എന്തുവാ? എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. മനസ്സിലാവും പ്രമാണം. why the law was given? To make man understand you cannot walk, you cannot be like me on your own. That's me. എൻ്റെ കൃപ നീ മനസ്സിലാക്കണം. കൃപയുള്ളതുകൊണ്ടാണ് നീ ഇന്നും ജീവനോട് ഇരിക്കുന്നത്. Can you understand? So എത്ര പ്രമാണമുണ്ടായിരുന്നു? 631. ഇതെന്തിനാ കൊടുത്തത്? ഇറ്റ് വാസ് എ സ്കൂൾ ടീച്ചർ. നമ്പർ 1 ദൈവത്തിൻ്റെ ക്യാരക്ടർ കാണിക്കാൻ. നമ്പർ 2 പാപം എന്തുവാന്ന് കാണിക്കാൻ. നമ്പർ 3 ബേസിസ് ഓഫ് പണിഷ്മെന്റ്. നമ്പർ 4 യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ്. ഈ എല്ലാത്തിനെയും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തൂക്കുന്നത്. ഞാൻ കല്ല് മാറ്റത്തില്ല, സെയിം സ്റ്റോൺ, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിനക്ക് തൂക്കുന്നത്. ഇതിൻ്റെ ഈക്വൽ വന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യും? You will die. No concessions, no forgiveness. That was how tough the law is. ആ പ്രമാണം കൊടുത്തവനായി ഇന്ന് അകത്തിരിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്യുമോ? He will not. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത്. നമ്മൾ സ്വയമേ നടക്കാൻ കഴിഞ്ഞില്ലല്ലോ. പാപത്തിൽ നിന്ന് വിടുവിച്ചു, നമ്മുടെ സ്വഭാവത്തെ മാറ്റാൻ പരിശുദ്ധാത്മാവിനെ അകത്തിട്ടിട്ടുണ്ട്. ദൈവം സഹായിച്ചാൽ രാവിലെ നമുക്ക് അതിൽ പോവാം. സോ ലോ മനസ്സിലായല്ലോ, ലോയിൻ്റെ സീരിയസ്നെസ്. സീനായ് മല വന്നു, പ്രമാണം കൊടുത്തു. യോഹന്നാൻ വന്നപ്പോൾ ഈ മനുഷ്യൻ തന്നെ വെള്ളത്തിൽ ഇറങ്ങി എന്തോ പറയുക? എനിക്ക് മാനസാന്തരപ്പെടണം, കാരണം എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. നീ തന്നെ ഇല്ലയോ പറഞ്ഞ് നടക്കാന്ന്? എന്തോ മനസ്സിലായി? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ സ്വയം പിക്ചറാണ് ഞാൻ കാണുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ കഴിയുന്നില്ലല്ലോ.
അക്സെപ്റ്റ് ചെയ്തോ? ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ന്യായപ്രമാണം തന്നവൻ വെള്ളത്തിൽ ഇറങ്ങി മാനസാന്തരപ്പെടുന്ന മനുഷ്യൻ്റെ കൂടെ കർത്താവ് എന്തോ ചെയ്യുക? വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് നമ്മുടെ സൈഡിൽ വന്നിട്ട് എന്തോ പറയുന്നത്? സകല നീതി നിവർത്തിക്കണം. മനസ്സിലായെന്നുണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ക്ഷമ, ദൈവത്തിൻ്റെ സ്നേഹം. പഴയ നിയമത്തിൽ എത്ര പേരെ കൊന്നതാ, എത്ര ആടുകളെ കൊന്നതാ. ഈ പാപം മനുഷ്യനെ കൊന്നുമൂടി. ആ ദൈവം, വിശുദ്ധനായ ദൈവം, സീനായി മലയിൽ ഇറങ്ങി വന്ന ആ ദൈവം തന്നെ ഇല്ലയോ നമ്മുടെ അകത്ത് വസിക്കുന്നത്? നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എൻ്റെ പിതാക്കന്മാർ ആ സീനായി മലയുടെ മുമ്പേ ഇരുന്നപ്പം തേജസ് ഇറങ്ങിയപ്പം ജീവൻ എടുത്തോണ്ട് ഓടിയതാ. ആ സീനായി മല ഇറങ്ങിയവൻ, ആ സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അകത്ത് പാർത്തവനില്ലയോ എൻ്റെ ഈ മൺകൂടാരത്തിൻ്റെ അകത്ത് വന്ന് വസിക്കുന്നത്, എൻ്റെ കണ്ണ് തുറന്നു തന്നത്? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവ്, ഈ രക്ഷയുടെ വില മനസ്സിലാക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കൃപ, നിന്റെ സ്നേഹം, നിന്റെ ക്ഷമ കർത്താവെ, ഞങ്ങൾക്ക് ഇതിന് ഒരു അർഹതയും ഇല്ല കർത്താവെ. താങ്ക് യു ലോർഡ്. കർത്താവെ, ഇതിന് ഞങ്ങൾ യോഗ്യരല്ല. ഇതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. Help us to go into the depth, Lord. Thank you, Jesus. In Jesus' name we pray.